നമ്മളിന്നിവിടെ ഇന്ത്യൻ ബൈക്ക് 3D ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മളിന്ന് കാണിക്കാൻ പോകുന്ന പുതിയ ചീക്കോടും അപ്ഡേറ്റ്സ് ഒക്കെയാണ്. നമ്മൾ ആദ്യമേ അപ്ഡേറ്റാണ് നമ്മുടെ ഈ ഒരു ഡിഫൻഡർ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് വീടിന് കളർ മാറ്റാം. ഇപ്പം എന്താണ്ട് ഹൗസ് കളർ നമുക്ക് റെഡ് കൊടുക്കാം. കണ്ടോ ഗൈസ്, റെഡ് വണ്ടി ഇതൊക്കെ റെഡായി. ഇനി ഇത് നമ്മുടെ സിറ്റിക്ക് കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ചെറിയൊരു പ്രത്യേകത വന്നിട്ടുണ്ടല്ലോ. നമുക്ക് ഇവിടെ ഒരു സാധനം എന്ന് വെച്ചാൽ ഇത് നമുക്ക് വീല് മാറ്റാം. നമുക്ക് വീല് മാറ്റാം. പിന്നെ വീലിന് കളർ കൊടുക്കാം. നമുക്ക് ഇത് വീല് അതെ ഇപ്പോൾ വീലില്ലാത്തതുണ്ട്. അതുകൊണ്ട് ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. റേസ് സെറ്റ് അടിച്ചാൽ ഇങ്ങനെ വരും. പിന്നെ വീലിൻ്റെ കളർ കൊടുക്കാം. നമുക്ക് വണ്ടി കളർ കൊടുക്കാം. അത് മാത്രമല്ല ഈ നമ്മുടെ ഈ ഡിഫൻഡറിൻ്റെ ഷെഡ് ലൈറ്റ് കത്തും. കണ്ടോ, ലൈറ്റ് കത്തും. അപ്പം അതങ്ങനത്തെ അപ്ഡേറ്റ്സ് ഒക്കെയാണ് വന്നിരുന്നത്. പിന്നെ നമ്മുടെ ഇത് എയർപോർട്ടൊക്കെ മാറി. നമ്മുടെ റോട്ടിൽ കൂടെ ഓടുന്ന വണ്ടികളൊക്കെ മാറി. ഇന്നോവയും മഹേന്ദ്രയുടെ വണ്ടിയൊക്കെ ആയി. വേണ്ട നമുക്ക് വേണ്ട ഇങ്ങനത്തെ എയർപോർട്ടാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ പ്ലെയിൻ ഒരു മാറ്റമൊക്കെ ഉണ്ട്. അന്ന് ലാസ്റ്റ് കാണിക്കാം പ്ലെയിൻ്റെ. നമുക്കിപ്പം നമ്മുടെ സിറ്റിയിലോട്ട് പോകാനുള്ള വഴി ഇങ്ങോട്ടാണ് കേട്ടോ. ഈ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ അങ്ങോട്ട് പോയത്. പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ആൾക്കാരൊന്നും ഇല്ല. നല്ല സ്പീഡ് വിടാം. ഓക്കെ ഗൈസ്, നമുക്ക് നമ്മുടെ ബീച്ചാണ്. നമ്മുടെ ബീച്ച് വഴി ഇങ്ങനെ പോവാം. ബീച്ച് പോകുമ്പോൾ തോന്നുന്നു നമ്മുടെ പുതിയ സിറ്റിയാണ് നമ്മൾ ആ കാണുന്നത്. നമ്മുടെ പുതിയ സിറ്റിയാണ്. നമ്മുടെ അപ്ഡേറ്റൊക്കെ വന്നതുകൊണ്ട് പുതിയ സിറ്റികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ട്രെയിനിനായിട്ട് നേരത്തെ കൂടെ ബൈക്കൊക്കെ പോകുന്നുണ്ട്. നേരത്തെ വണ്ടിയൊക്കെ തരും, സാധാ വണ്ടിയൊക്കെ തരുന്നു. പിന്നെ നമുക്ക് ട്രെയിനിൽ പോലുള്ള റെയിൽവേ അതിൻ്റെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരു വലിയ ടണലാണ് ആദ്യം കാണിച്ചത്. ഇതാണ് ആ ടണൽ ദൂരം അവസാനിക്കുന്നത്. തെങ്ങുന്നൊക്കെ ഉണ്ട്. നമ്മൾ ഇങ്ങനെ പോവാണ്. ഇനി അറ്റത്തെങ്ങാണ്ടാണ് എത്തുന്നത്. അറ്റത്തെത്തി ഒത്തിരി ട്രാവൽ ചെയ്തിട്ട് നമ്മൾ കിട്ടി. ആവശ്യമില്ല. ഓക്കെ വണ്ടി നമുക്ക് നമ്മുടെ പഴയ വീട്ടിലോട്ട് പോകാം. അത് മാത്രമല്ല നമുക്ക് പുതിയ വീടൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ. വേഗം എത്തിയിരിക്കുകയാണ് സ്പീഡ്. നമ്മുടെ ബീച്ചിൽ ഇത് കിടക്കുന്ന സാധനമൊക്കെ വന്നിട്ടുണ്ട്. ഒക്കെ പുതിയ പുതിയ അപ്ഡേറ്റ്സ് ആണ്. ഇനി നമുക്ക് പുതിയ പുതിയ ചീക്കോടൊക്കെ പരിചയപ്പെടുത്തി തരാം.
നമ്മുടെ അപ്ഡേറ്റ് മെക്കളയാറെന്നൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ചീക്കെന്ന് വെച്ചാൽ 4000ആണ്. നമ്മുടെ ഇതാണ് മക്ക വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബുഗാട്ടി എഴുതാം. പഴയ ബുഗാട്ടി അല്ല, പുതിയ ബുഗാട്ടി കേട്ടോ. അതിൽ 80-12 അതടിച്ചാൽ നമുക്ക് നല്ല പുതുപുത്തൻ ബുഗാട്ടിയൊക്കെ കിട്ടും. നല്ല വിഷയം ബുഗാട്ടി വീണ്ടൊക്കെ കാര്യം പറയും. പിന്നെ ഇത് 4-6 അടിക്കുമ്പോൾ നമുക്ക് ഇത് മാർസിഡീസിൻ്റെ ജീവാകം കിട്ടുന്നതാണ്. ഓക്കെ ഗൈസ്, നമുക്ക് ഇത് 50 ഇതിനകത്ത് മഹേന്ദ്ര ഒരു എക്സീവേഡാണ്. അതിൻ്റെ ചീക്കോളാണ് 5309. ഓക്കെ, നമുക്ക് വേണ്ട എക്സീവിയുടെ വണ്ടി വന്നിട്ടുണ്ട്. എക്സീവി ഡിഫറൻറ്റ് വേസം നോക്കി ഏതാ. ഇനി നമുക്ക് നമ്മുടെ ഫെറാറി വിളിക്കാം. ഫെറാറിയുടെ 888 ഫെറാറി വന്ന്. ഈ മസ്താങ് വിളിക്കാം. 8123 മസ്താങ്ങിൻ്റെ നമ്പർ. പിന്നെ പുതിയ അപ്ഡേറ്റ് ഇന്നോവ വന്നിട്ടുണ്ട്. 1207 അതിൻ്റെ നമ്പർ. ഇന്നോവ കണ്ട ഇന്നോവ ഏതാ മോഡൽ. പുതിയ അപ്ഡേറ്റ്സ് ആണ് ഒക്കെ. പിന്നെ നമ്മുടെ നമ്മുടെ മറ്റേ BMW വണ്ടി വന്നിട്ടുണ്ട്. അത് 8333 ആണ് ഗൈസ്. ഇതാണ് നമ്മുടെ BMW വണ്ടി. ഇതൊക്കെ വിഷയം വണ്ടികളാണ്. എക്സ്യൂവി. പിന്നെ കേസ് വേറെ ലംബോർഗിനി വന്നിട്ടുണ്ട്. അത് കാണിച്ചു തരാം. അതും കുറച്ചുകൂടെ വിഷയമാണ്. മൊബൈൽ അവർ സംഭവിക്കത്തുള്ളൂ. ഓക്കെ, അത് 2179. കേസ് അങ്ങനെ നമുക്ക് ഇത് ചീക്കോടടിച്ച് മാറിപ്പോയതാണ്. 3835 പുതിയ ലംബോർഗിനിയുടെ ചീക്കോട്. ഇതാണ് കേസ് ലംബോർഗിനി. ഏതാ വണ്ടിയാണ് ഇനി നമുക്ക് പുതിയൊരു വണ്ടിയുണ്ട്. ആ വണ്ടിയുടെ നമ്പർ 1391. അതാണ് ആ വണ്ടിയുടെ നമ്പർ. ഇത് കുറച്ച് വിഷയം വണ്ടിയെ. ഇത് കാണാൻ രസമുണ്ട്. പിന്നെ ഫോർഡ് എൻഡോവർ നമ്മുടെ ആന വണ്ടികൾക്ക് വിഷയം. പിന്നെ കേസ് പുതിയ കുറച്ച് 3 ബൈക്കുകൾ വന്നിട്ടുണ്ട്. 1210 നമ്മുടെ KTM ആണ്. ഓറഞ്ചും ബ്ലാക്കും വൈറ്റുള്ള KTM വിഷയമാണ്. പിന്നെ വേറൊരു വണ്ടിയുണ്ട് നീല കളറിലെ 15 അതാണ് ഈ വണ്ടി. നമ്മുടെ ഹേറെ വണ്ടിയാണ്. അത് കഴിഞ്ഞിട്ട് 4215 അതിലൊരു വണ്ടി. ഇത് നമ്മുടെ റേസിലൊക്കെ ഓട്ടിക്കുന്ന സൈസ് വണ്ടി. കുറച്ച് കൊള്ളാം. ഈ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ബൈക്ക് വിഷയം കൊള്ളാം. ആറെണ്ണിക്കുന്ന വണ്ടി. അങ്ങനെ വേറെ ചീക്കോടൊക്കെ ഉണ്ട്. 8189. ഇതിൽ നമ്മുടെ വേറെ ലംബോർഗിനിയാണ്. രണ്ടും പുതിയ ലംബോർഗിനികളാണ്. ഓക്കെ, ഇതൊക്കെ വിഷയമാണ്. ഇത് നമുക്ക് നമ്മുടെ
എയർപോർട്ടിന് അങ്ങോട്ട് വേണം. അവിടെ ഉണ്ട് കാര്യമുണ്ട്. നമുക്ക് പഴയ പ്ലെയിൻ മാറിയത് പുതിയ പ്ലെയിൻ വേണ്ട. നമുക്ക് പുതിയ പ്ലെയിനാണ് കണ്ടു കിടക്കുന്നത്. ഇതൊക്കെ അപ്ഡേറ്റ് ആണ്. ഇതൊക്കെ ഓരോ അപ്ഡേറ്റ്സ് ആണ്. ഇതിലേതോ ഒരു വഴി കൂടെ കയറും. ഓക്കെ, നമ്മളിപ്പോൾ കണ്ട് ഇതിനകത്ത് കയറിയിരിക്കുകയാണ്. പ്ലെയിനകത്ത് നമ്മുടെ ഡാക്ക് ഇങ്ങനെയാണ്. സൗണ്ടൊക്കെ വിഷയ. അപ്പോൾ കുറേ നേരം ഇത് പ്ലെയിനത്തെ പൊങ്ങത്ത്. പക്ഷെ ഈ പ്ലെയിനൊരു പ്രത്യേകത, തിരിക്കാൻ പറ്റത്തില്ല. അയ്യോ പോയി. നമുക്കിവിടെ ആണ് ഇറങ്ങാം. പിന്നെ കേസ് ഈ മനുഷ്യൻ്റെ ഉദാഹരണമുണ്ട്, സൂപ്പർ ജമ്പ്. അത് 12-15 അതിൻ്റെ റെക്കോർഡ്. അതുകൊണ്ട് ഈ സൈഡിൽ സൂപ്പർ ജമ്പ് എന്നൊക്കെ ഇവന് കാണിച്ചാൽ. ഓ, നമുക്ക് നമ്മുടെ ഇത് പുതിയ വീട്ടിലോട്ട് പോകാം. അവിടെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ കാണിച്ചു തരാം. ഈ വഴി ഇവിടെ ഒരു വില്ലേജ് ഉണ്ട്. ആ വില്ലേജ് കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് വരണം. അതാണ്ട് വീട്. ഇതാണ് നമ്മുടെ പുതിയ വീട്. അപ്പോൾ ഇതിൻ്റെ കളർ മാറ്റാം. ഇതിൻ്റെ കളർ മാറ്റിയിട്ട് നമുക്കാണെങ്കിൽ വൈറ്റ് ആകാം. നമുക്കിത് പനിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് കളർ മാറ്റാം. ഹൗസ് കളറ് കണ്ടോ, വൈറ്റ്. ഏതാ നമ്മുടെ ഇത് ഗേറ്റൊക്കെ ഓട്ടോമാറ്റിക് ഗേറ്റ്. ഏതാ പിന്നെ നമുക്ക് വേറെ കാര്യമുണ്ട് കേസ്, അതൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഡിഫോൾട്ടർ എടുക്കാം. ഡിഫോൾട്ടർ എടുത്തിട്ട് ഈ വണ്ടിയിൽ നമുക്ക് സ്റ്റിക്കർ അടിക്കും. അതിന് വേണ്ടി നമ്മൾ ഇത് RGB ടൂളിൽ കയറിയിട്ട് ലോഡ് CP എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ അതാണ് നമ്മുടെ ഗാലറിയിലോട്ട് ചെല്ലും. പിന്നെ എടുത്തിട്ട് നമ്മൾ CP അടിച്ചു കൊടുക്കുമ്പോൾ സൈനിക ഇവിടെ ഡൺ എന്നൊക്കെ കാണിക്കും. നമ്മൾ ആ ടിക്ക് കൊടുക്കും. അപ്പോൾ വേണ്ട സ്റ്റിക്കർ അടിച്ച് വേണ്ട വിഷയമായിട്ടുണ്ട്. സ്റ്റിക്കറൊക്കെ വന്ന് നമുക്ക് വീലൂടെ അങ്ങ് മാറ്റിയേക്കാം. നമുക്കൊരു മോസ്റ്റർ വീല
ഗൈസ് അങ്ങനെ നമുക്ക് ഹൗസിൻ്റെത് ആക്കാം. അങ്ങനെ ആക്കാൻ പറ്റുമോ ഇത്? പക്ഷെ ഹൗസ് നമ്മൾ ലോഡ് ഇത് ഹൗസ് കളാറില്ലല്ലോ, നമ്മൾ മാറ്റണ്ടേ. ലോഡ് സി പി ലോഡ് സി പി. ഓക്കെ, നമുക്ക് ഇത് തന്നെ എടുക്കുക. എന്നിട്ട് കണ്ട് സി പി എന്ന് അടിച്ചു കൊടുക്കുക. ഓക്കെ, ടിക്ക് വന്നില്ല. നമ്മൾ വീടിനായതുകൊണ്ട് മാത്രമേ വരാത്ത. നമ്മുടെ വണ്ടിക്കൊക്കെ വന്നല്ലേ. നമ്മുടെ ഈ വണ്ടി കൂടെ കടിക്കും കയറി. ലോഡ് സി പി ഇതിൽ നമുക്ക് പെട്ടെന്ന് പോയി. പിന്നെ ഇത് മൈനസ് ചെയ്ത് അങ്ങോട്ട് വന്നു. ഓക്കെ, ലോഡ് സി പി എന്ത് പറ്റിയെന്ന്. ഇത് നോക്ക്, വിഷയമല്ല സ്റ്റിക്കർ വിഷയം. ഏതാ അവിടെ എന്തൊരു അടി. നമ്മുടെ വണ്ടി പൊടിച്ച് വിഷയമായിട്ടുണ്ട്. ഇനി കുറെ ക്യാരക്ടർ കാണിച്ചു നമുക്ക്. ഞാൻ ഈ വണ്ടി സൈഡിലോട്ട് നിർത്തട്ടെ. അത് ഒരു കാര്യം കാണിക്കാൻ പറഞ്ഞത് അതാണ് ഏറ്റവും കാര്യം. ഞാൻ അത് പറഞ്ഞു തരാം. അപ്പം നമ്മൾ വണ്ടി പോകുമ്പോൾ നമുക്ക് ഈ വണ്ടി ചാടിക്കണം എന്നുണ്ടെങ്കിൽ വേണ്ട ഇവിടെ പിടിക്കും. നമ്മുടെ ഈ മറ്റേ സ്ലോയിലാക്കുന്ന അതിനകത്തുണ്ടല്ലോ, സ്ലോയിൻ്റെ അപ്ലിക്കേഷൻ നിൽക്കും. അവിടെ വണ്ടി ചാടുന്നുണ്ട്. വണ്ടി ഏതാ വണ്ടി ചാടി അങ്ങ് പോവുക. അതും പുതിയ അപ്ഡേറ്റാ. പക്ഷേ ഡോറൊക്കെ മുഴുവൻ വണ്ടി ചാടാനാണ് രസം. അത് മാത്രമല്ല, നമ്മൾ വേറെ അപ്ഡേറ്റ് ഉണ്ട്. നമ്മൾ നേരത്തെ നമ്മളിപ്പോൾ വണ്ടി ദൂരമായിട്ട് ഇതായിട്ട് നമ്മളിപ്പോൾ എവിടെ പോയിട്ട് വന്നാലും വണ്ടി കാണത്തില്ല. ഇപ്പോഴത്തെ അപ്ഡേറ്റിൽ ആ വണ്ടി ഇപ്പോൾ കിട്ടുക. നമ്മളിപ്പോൾ അങ്ങ് ട്രെയിനിൽ വിളിച്ച് നമ്മൾ ദൂരെ ഒന്ന് കറങ്ങേണ്ടി ഇരിച്ച് വരുമ്പോൾ ആ വണ്ടി അതേപോലെ തന്നെയാണ്. ഒരു വണ്ടിയും പോകത്തില്ല. അത് പുതിയ അപ്ഡേറ്റ് ആണ്. അവിടെ ചാടി പോലീസുകാരൊക്കെ രക്ഷപ്പെടാം. ഇതൊക്കെ ഒരു അപ്ഡേറ്റ് ആണ്. സർക്കസ് വേറെ സർക്കസ് എല്ലാ വണ്ടിയിലും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഈ സ്ലോ ആക്കുന്ന സാധനം ഉണ്ടല്ലോ, നിങ്ങൾ ഇതിനകത്ത് പിടിക്കുക. നമ്മളെ ഈ നടക്കുമ്പോൾ കണ്ട് ഇങ്ങനെ സ്ലോ ആക്കുന്ന സാധനമല്ല, അതിനകത്ത് അടിച്ചേക്കണം. അപ്പോൾ ഈ വണ്ടി ഓടുന്ന സമയത്ത് അതിനകത്തൊന്ന് ഞെക്കിയാൽ മതി, വണ്ടി അങ്ങ് പൊങ്ങി ചാടി അങ്ങ്. ഞാൻ ആ മതിലിന് എത്തിയിട്ടാണ് ഞാൻ ചാടിച്ചത്. അതുകൊണ്ടാണ് അങ്ങനെ. വണ്ടിക്ക് ഭയങ്കര നീളം കൂടിയാണ്. ഓക്കെ, ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയ ഒരു ദിവസം ഇത്രയും കംപ്ലൈൻറ്റ് ആകുമ്പോൾ നമ്മുടെ കാരണമാണ് പറയും. എന്തായാലും നമുക്ക് നമ്മുടെ ഇത് 10 അടിച്ചു കൊടുക്കാം. നമുക്ക് PM 10. ഓക്കെ, PM 10 അടിച്ചു കൊടുക്കുമ്പോൾ സൈഡിൻ്റെ ഹൾക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. നമ്മൾ ഇറങ്ങും, എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ പ്ലേ ചെയ്യാം. അപ്പോൾ കേൾക്കാണ്ട് നമ്മൾ ഹൾക്ക് ഏതാ നമുക്ക് ചാടുള്ള കഴിവൊക്കെ ഉണ്ട്.
വേണ്ട ഈ വണ്ടി. ഓക്കെ ഹൾക്കിന്റെ പവറേ. ഹൾക്കിന് ഗണ്ണൊന്നുമില്ല, അത്രേ ഉള്ളു. വണ്ടിയൊക്കെ ദൂരെ തെറിച്ച് നോക്കി. നമുക്ക് അങ്ങ് പോന്ന വണ്ടി. അവിടെ 2 വണ്ടിയുണ്ട്. ഈ വണ്ടിക്ക് എന്തിരിത്? ആ വണ്ടി പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഒരു കീ. ഓ തെറിച്ച്. നമുക്ക് ആ വെള്ളക്കാരനെ ഇടിക്കാതാണ്. പുറകെ ചെന്നിട്ട് ഇടിക്കാം. നമുക്ക് കുറച്ചുകൂടി സർപ്രൈസ്. അത്രേ ഉള്ളൂ. അവൻ തെറിച്ചു പോയടേ. നമുക്കിനി വീണ്ടും PM15 ഒന്നും വരുന്നില്ല. അല്ലെങ്കിൽ PM11 സൂപ്പർമാൻ. ചേടാ നമ്മള് സൂപ്പർമാനായി ഗൈസ്. ഏതാ സൂപ്പർമാൻ വിഷയം. പോലീസുകാരാ പോലീസുകാരൻ ചത്രേ. നമ്മുടെ പ്ലെയിനൊക്കെ നമുക്കിപ്പോൾ പ്ലെയിനൊന്നും വേണ്ട. നമുക്ക് ദൂര യാത്രയ്ക്ക് സൂപ്പർമാൻ മതി. സൂപ്പർമാനാണ് രക്ഷിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലായിടത്തൊക്കെ ചെന്ന് കയറി നമുക്ക് ഇനി അടുത്ത നോക്കാം. PM12 വിളിക്കാം. എല്ലാം വരുമോ? സോംബി എന്നൊക്കെ പറയുന്നുണ്ട്. നോക്കാം. ഒന്നെങ്കിൽ കണ്ണെടുത്താൽ കണ്ടോളൂ. സോംബിയല്ലേ ഒരുമാതിരി. സോംബിക്ക് വല്ല പവർ ഉണ്ടോ? ഈ എപ്പോൾ ഈ ബാഗ് പിടിച്ചു.
അത്രേ ഉള്ളൂ. സോംബിക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. സോംബിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? വല്ല കഴിവുണ്ടോ? നോക്കട്ടെ. മറ്റൊരു പെണ്ണിനെ ചെന്ന് പിടിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന സോംബി. ഇപ്പോൾ നമുക്ക് നമുക്കൊരു കാര്യം നമുക്കൊന്നും മാറ്റില്ല. നമ്മൾ ദീന ഒരു കാര്യമുണ്ട്. നമുക്ക് PM 1 അടിക്കട്ടെ. പ്ലെയർ മോഡ് 1 പഠിച്ചു. അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ തിരിച്ചു കിട്ടുക. അല്ലെങ്കിൽ സ്കോട്ടനാണോ? നമുക്ക് നമ്മളെ തന്നെയാണ് തിരിച്ചു കിട്ടുന്നത്. അങ്ങനെ ആരെങ്കിലും കിട്ടുക. നമുക്ക് 8 അടിച്ചു നോക്കട്ടെ. പ്ലെയർ മോഡ് നമ്മൾ തന്നെ PM 13 ഗേള് 2 രണ്ടെണ്ണമായി. ഇതൊക്കെ ഇപ്പോൾ ഏതാ നമുക്ക് വേറെ PM 14 ബോയ് 2 ചെറുക്കൻ ഹാൻസം. ചെറുക്കൻ ഏതാ? 6 ബാക്സ്. തൊപ്പിയൊന്നും വെക്കാൻ പറ്റില്ല. എന്തിനാ ഇറങ്ങാൻ? ചെറുക്കൻ ഓടും നോക്കാൻ പറ്റില്ല കാഴ്ച വെച്ച്. PM 16 അടിച്ചോക്കട്ടെ. ഒന്നും പറ്റില്ല. അപ്പം നമുക്ക് നമ്മുടെ പഴയ രൂപത്തിൽ തന്നെ തിരിച്ചിട്ടാം. ഓക്കെ ഗൈസ്, ഇതൊക്കെയാണ് ഈ വർഷത്തെ അപ്ഡേറ്റ്. നമുക്ക് ബസ്സിലൊക്കെ വേണമെങ്കിൽ സ്റ്റിക്കർ അടിച്ച് കയറ്റാം. ഏതാ നമുക്ക് 99. അപ്പോൾ നമുക്ക് ഇതാണ്ട് ഇങ്ങനെ ഒരു ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞ മോഡൊക്കെ വരും. പിന്നെ വീണ്ടും 29 അടിച്ചു കൊടുത്താൽ ഗൈസ് മഴ. എൻ്റെ അമ്മോ, മഴയെന്ന് വെച്ചാൽ ഇതാണ് മഴ. 20 മഴ കൊണ്ട് ഗൈസ് വീണ്ടും അടിച്ചു കൊടുത്താൽ രാത്രിയിലും മഴ പെയ്യും. ഏതാ നമുക്ക് ആ സമയത്ത് ഒരു മിസൈൽ കിട്ടും. ഡേഞ്ചർ എന്നാണ് ഏതാ ഒരു സ്കൈഫാൾ എന്നൊക്കെ ഒരു സാധനമൊക്കെ ഉണ്ട്. എത്ര 11 20 നമ്മൾ ചത്ത് കേട്ടോ. സ്കൈഫാൾ ഞാൻ സ്കൈമായത് ആകാശം അങ്ങനെ കാണാനായിട്ട് ഇരിക്കുന്നു. പിന്നെ 3 ഗ്രാവിറ്റി ഉണ്ട്. അത് 7-1-1-2. അതാകുമ്പോൾ വേറെ എന്തുവാ വണ്ടി ഓടിക്കുമ്പോഴേ അങ്ങനെ തോന്നുന്നു. വണ്ടി എത്ര കഴിച്ചിട്ട് വയറോട് ചെയ്യുന്നില്ലല്ലേ? ഏതാ പോകുന്നു വണ്ടി പോകുന്നു. നോക്കി വണ്ടി പൊങ്ങി വിഷയം. അവൻ്റെ എന്തായാലും ആഘോഷിച്ചിട്ട് നമ്മള്
നമ്മളൊരു തറ വരുന്ന സ്ലോലി. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടല്ലോ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.